നമസ്കാരം. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ആഹാരത്തിനും വൈദ്യുതിക്കും പിന്നാലെ ഇപ്പോൾ ഇന്ധനക്ഷാമം ആ രാജ്യത്തെ പൂർണ്ണമായും തളർത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് വരാനിരിക്കുന്ന മാർച്ച് 23 പാകിസ്ഥാൻ ഡേ പരേഡ് റദ്ദാക്കിയത്. ഒരു രാജ്യം അതിന്റെ സൈനിക ശക്തി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഏറ്റവും വലിയ ചടങ്ങാണ് ഇന്ധനം ലാഭിക്കാൻ വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുന്നത്. എന്താണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. എല്ലാ വർഷവും മാർച്ച് 23 ഇസ്ലാമാബാദിലെ ഷക്കർപാരിയൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ പ്രതീകമാണ്. 1940 ലാഹോർ പ്രമേയത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം അവർ ആഘോഷിക്കുന്നത്. അവരുടെ ആധുനിക മിസൈലുകളായ ഷഹീൻ, ഗസ്നവി എന്നിവയും ചൈനീസ് നിർമ്മിത J-10C, JF-17 യുദ്ധവിമാനങ്ങളും അണിനിരക്കുന്ന ഈ പരേഡ് ഇന്ത്യക്കെതിരെയുള്ള ഒരു ശക്തി പ്രകടനം കൂടിയായാണ് അവർ കാണാറുള്ളത്. എന്നാൽ ഇത്തവണ ആ ഗ്രൗണ്ട് വിജനമായിരിക്കും. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരമൊരു കടുത്ത തീരുമാനമെടുത്തത്? ഉത്തരം ലളിതമാണ്. അവരുടെ കയ്യിൽ എണ്ണയില്ല, അത് വാങ്ങാൻ പണവുമില്ല. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കാരണം ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ പലതും ഇത് മറികടക്കുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് ഇത് താങ്ങാനായില്ല. പരേഡിൽ പങ്കെടുക്കുന്ന ടാങ്കുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ആയിരക്കണക്കിന് ലിറ്റർ ഇന്ധനം വേണം. ഇത് ലാഭിക്കാനായി രാജ്യം മുഴുവൻ കടുത്ത നിയന്ത്രണത്തിലാണ്. ആഴ്ചയിൽ 4 ദിവസം മാത്രം ജോലി, സ്കൂളുകൾക്ക് അവധി, വർക്ക് ഫ്രം ഹോം എന്നിങ്ങനെ രാജ്യം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരേഡ് റദ്ദാക്കുന്നത് വലിയൊരു വീഴ്ചയായാണ് കണക്കാക്കപ്പെടുന്നത്. വിദേശ അതിഥികൾക്കും ഡിപ്ലോമാറ്റുകൾക്കും മുന്നിൽ തങ്ങളുടെ പ്രതിരോധ ശേഷി തെളിയിക്കാൻ ലഭിക്കുന്ന അവസരമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. പാകിസ്ഥാൻ ആർമിയുടെ ആത്മവീര്യത്തെ ഇത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ TTP പോലുള്ള ഭീകര സംഘടനകളിൽ നിന്ന് ആഭ്യന്തര ഭീഷണി നേരിടുന്ന പാകിസ്ഥാന് ഇന്ധനക്ഷാമം കാരണം തങ്ങളുടെ അതിർത്തികൾ പോലും കൃത്യമായി കാക്കാൻ കഴിയാത്ത അവസ്ഥയാണോ ഉള്ളതെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ സംശയിക്കുന്നു. നമ്മുടെ അയൽരാജ്യം ഇത്തരത്തിൽ തകർച്ച നേരിടുമ്പോൾ ഇന്ത്യയുടെ സാഹചര്യം നോക്കുക. സമാനമായ ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി ആധുനികവൽക്കരിക്കുകയും തദ്ദേശീയമായ ആയുധങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ചൈനയെയും മറ്റ് അറബ് രാജ്യങ്ങളെയും സഹായത്തിനായി നോക്കുമ്പോൾ ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്കാണ് നീങ്ങുന്നത്. പട്ടിണിയും പണമില്ലായ്മയും ഒരു രാജ്യത്തിന്റെ പ്രതിരോധത്തെ എങ്ങനെ ബാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ ഈ വീഴ്ച ആ രാജ്യത്തിന്റെ ഭാവി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.